Good morning, everyone. Prayer. We praise you, Lord, and we thank you for the opportunity to learn and grow through this online class. Bless our teachers who inspire, guide us. Bless our classmates and all the people who care for us. Come to our hearts and make us attentive, patient, and diligent to understand the lessons that our teachers teach us. Dear Lord, bless our beloved country that we may have unity, peace, and prosperity. Thank you. Signing. Good morning, everyone. Today we are here to begin our class. I warmly welcome dear Jisha ma'am and all my classmates to this section. Let us start the day with joy and positive energy. Now would I like to Murdula to share thoughts today. Thank you. Good morning, everyone. Good morning, ma'am. Today's thought: stay optimistic. Every new day offers an opportunity to improve. ശുഭാപ്തി വിശ്വാസം നിലനിർത്തുക. ഓരോ പുതിയ ദിവസവും മെച്ചപ്പെടുത്താനുള്ള അവസരം നൽകുന്നു. താങ്ക് യു. Good morning. Good Good morning, morning. ma'am. Good morning, ma'am. Good morning, ma'am. Morning. Morning. Good morning, ma'am. Morning. Okay, prayer ഒക്കെ കഴിഞ്ഞിരുന്നോ? കഴിയുമോ? ഓക്കെ ഫൈൻ. സോ നിങ്ങൾ കുറെ അസൈൻമെന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഒരു സെപ്റ്റംബർ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേ അതിന്റെ വാല്യൂഷൻ നടക്കുള്ളൂ. കാരണം ടെക്നിക്കൽ സൈഡിൽ കുറച്ച് അപ്ഗ്രഡേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പിൽ ആ മെസ്സേജ് ഒന്ന് ഇട്ടേക്ക്. ക്ലാസ്സിൽ കയറാത്തവർക്കും റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്കും ഒന്ന് യൂസ്ഫുൾ ആകും. അപ്പൊ ഓണമൊക്കെ കഴിഞ്ഞ ഒരു സെപ്റ്റംബർ ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ എല്ലാ അസൈൻമെന്റും വാല്യൂ ചെയ്തേക്കാം. ഓക്കെ ഓക്കെ മാം.
Same Ma'am. with the questions. Ma'am, ഞങ്ങൾ സെമിനാർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. Yes, please. ഓക്കെ മാം, സ്റ്റാർട്ട് ചെയ്തോട്ടെ. Okay. താങ്ക് യു മാം. Good morning, everyone. I am Shruti Suresh. I am well. I hope you will be also well. I warmly welcome you to all our seminar on world famous teachers. Teachers are the guiding lights of our lives. Today that means me, Rachel and Ashwati going to speak about three great teachers. Dr. Maria Montessori, Swami Vivekananda and Rabindranath Tagore. Today I am here to tell you something about an amazing woman named Maria Montessori. She changed the way all over the world learn and play. Are you ready to hear her inspiring story? But first I would like to say thanks to my teacher, because who gave me a golden chance to speak in front all of you. So let's start. Maria Montessori was born on August 31st, 1870 in Italy. As a child, Maria loved to explore nature and read lots of books. She was very curious and loved learning new things, even though it was uncommon for girls at the time. Maria decided she wanted to become a doctor. Maria worked hard and became one of the first women in Italy to graduate from medical school. She was true pioneer. നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ അല്ലെങ്കിൽ കേട്ടിട്ടുള്ളത് പോലെ മറിയ മോണ്ടിസോറി വാസ് ദ ഫസ്റ്റ് ഇറ്റാലിയൻ ലേഡി ടു ബി ഗ്രാജുവേറ്റഡ് ആസ് എ ഡോക്ടർ. ഒരു സ്ത്രീ ഡോക്ടർ ആവുന്നത് അത്രയും എളുപ്പമുള്ള കാര്യമേ അല്ലായിരുന്നു. സോ മറിയ മോണ്ടിസോറി അത് അത്രയും സ്മൂത്ത് ആയിട്ട് കടന്നെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ത്രൂ ലോട്ട് ഓഫ് സ്ട്രഗിൾസ് ഷി ബിക്കം എ ഫസ്റ്റ് ഇറ്റാലിയൻ ലേഡി ഡോക്ടർ. അപ്പോ എങ്ങനെയാണ് ഡോക്ടറായിരുന്ന് മറിയ എങ്ങനെയാണ് ഇങ്ങനെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോട്ട് വന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സിസ്റ്റം കണ്ടുപിടിച്ചത്? കുറെ നാൾ മറിയ മോണ്ടിസോറി പ്രാക്ടീസിങ് ആസ് എ ഡോക്ടർ. ബട്ട് ഒരു സമയത്ത് മറിയ മോണ്ടിസോറിക്ക് മനസ്സിലായി ഇതല്ല തന്റെ ഫീൽഡ്, അല്ലെങ്കിൽ തന്റെ താല്പര്യം കുറച്ചും കൂടി കുട്ടികളിലോട്ടാണ്. വൺസ് ഷീ സ്റ്റാർട്ടഡ് ട്രീറ്റിംഗ് ഇൻ ദ ചിൽഡ്രൻ, ഷീ കെയിം ടു നോ ദാറ്റ് തന്റെ താല്പര്യം അല്ലെങ്കിൽ ഇഷ്ടം കുഞ്ഞുങ്ങളോടാണ് എന്ന് മനസ്സിലാക്കിയ മറിയ കുറച്ചും കൂടി കുട്ടികളോട്ട് ഇറങ്ങി ചെല്ലാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു സമയത്താണ് ഷീ സോ ബിൽഡിംഗ് വർക്കേഴ്സ് ചിൽഡ്രൻ. ഒരു ബിൽഡിംഗ് വർക്ക് നടക്കുന്നതിന്റെ അടുത്ത് കുറെ കുട്ടികൾ അവരുടെ ടൈം വെറുതെ കളയുന്നത് മറിയ മോണ്ടിസോറി കണ്ടു. അപ്പോൾ മറിയ മോണ്ടിസോറിക്ക് തോന്നി രാവിലെ മുതൽ അവരുടെ ടൈം ഒന്നിനും യൂസ് ചെയ്യാതെ ഒരു പ്രൊഡക്റ്റീവ് വർക്കും ഇല്ലാതെ സ്പെൻഡ് ചെയ്തു പോകുന്നു. എങ്ങനെ ഈ കുട്ടികളിൽ ടൈം എഫക്റ്റീവ് ആക്കി കൊടുക്കാം എന്ന് ചിന്തിച്ചപ്പോൾ മറിയ മോണ്ടിസോറി ആ കുട്ടികളെ ഗ്യാദർ ചെയ്തു. ആ പണി നടക്കുന്ന സ്ഥലത്ത് പോയിരുന്നു. അവിടെ കടന്ന കുറച്ച് മെറ്റീരിയൽസ് യൂസ് ചെയ്താണ് ആദ്യം കുട്ടികളെ ട്രെയിൻ ചെയ്തത്. സി ഇറ്റ് ഈസ് നോട്ട് എ ട്രെയിനിങ്. കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് മറിയ മോണ്ടിസോറി ആക്ടിവിറ്റി ഫ്രെയിം ചെയ്തു. കുട്ടികൾ എന്താണോ ചെയ്യുന്നത്, അവരെങ്ങനെയാണ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് എന്നനുസരിച്ചാണ് മറിയ മോണ്ടിസോറി ഒരു സിസ്റ്റം രൂപീകരിച്ച് വരുമായിരുന്നു. Later on that is known as the Montessori educational system. അങ്ങനെ മറിയ മോണ്ടിസോറിക്ക് മനസ്സിലായി കുട്ടികളുടെ ഇഷ്ടങ്ങൾ എന്താണ്, അവർ എങ്ങനെയൊക്കെ അല്ലെങ്കിൽ എത്രത്തോളം ഒരു ആക്ടിവിറ്റിയിൽ ഇൻട്രസ്റ്റഡ് ആണ്, എത്ര വട്ടം ചെയ്താൽ അവർ സാറ്റിസ്ഫൈഡ് ആവും, എങ്ങനത്തെ മെറ്റീരിയൽസ് ആണ് അവർക്ക് ഇഷ്ടം എന്നൊക്കെ മനസ്സിലാക്കിയ മറിയ മോണ്ടിസോറി ഷീ സ്റ്റാർട്ടഡ് ഹർ ഫസ്റ്റ് സ്കൂൾ ഇൻ നോൺ ആസ് കെസഡി ബാംബിനി. It is a fun and interactive way to learn. Maria's idea spread all over the world. Today there are thousands of Montessori schools where kids learn and play just like they imagined. Her method has helped millions of children discover the joy of learning and become confident, independent thinkers. Did you know that some very famous people had a Montessori education? People like Google's founders Larry Page and Sergey Brin, Amazon's Jeff Bezos. The famous chef Julia Child went to Montessori schools. But the Montessori method is not just for a school. You can use it at home too. Parents can explore, make choices and learn new things at their own pace. Whether at school or at home, the Montessori method helps children grow into curious, independent and joyful learners. Remember, her life teaches us that learning can be fun and exciting, both at school and at home.
I would like conclude my topic with some principles of Montessori education. Respect for the child as observant mind, freedom of movement and choice, prepared or order environment, intrinsic motivation, peer learning, sensitive periods, individualized learning. Thank you, ma'am, and thank you, my dear friends, for listening me. And I am grateful for the opportunity to discuss with you. I would like to invite Rachel to continue her topic. Thank you, ma'am. Thank you all. Okay, before that, Rachel, please give me 2 seconds. And Shruti, this is the first time I'm seeing you, and you are so cute. I think everybody is very cute and lovely. Please switch on your video sometimes. Okay, and thank you so much. And I am very thankful because your module 1 part 3 is about this thing. And Shruti just given that in a capsule form. ഒരു ക്യാപ്സൂൾ ഫോമിൽ ശ്രുതി നമുക്ക് പാർട്ട് 3-ലെ മോഡ്യൂൾ 1 പാർട്ട് 3-ലെ മറിയ മോണ്ടിസോറിയുടെ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, മെയിൻ പ്രിൻസിപ്പിൾസ് എങ്ങനെ ഇതിലേക്ക് വന്നതല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു പാർട്ട് 3 എത്തുമ്പോഴേക്കും നമുക്ക് ക്ലാസ് എടുക്കാൻ ഒരാളുണ്ടാവും. ഓക്കെ ഫൈൻ, താങ്ക് യു സോ മച്ച്. അതുപോലെ പൊട്ടൻഷ്യൽ ഉള്ള പലരും ഉണ്ട്. പ്ലീസ് കം ഫോർവേഡ്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഇറ്റ് മീൻസ് എ ലോട്ട് മാം. താങ്ക് യു മാം. ശ്രുതിയുടെ ക്ലാസ് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആകണം. ഫോർ മീ ഓൾസോ. എനിക്ക് നെക്സ്റ്റ് ബാച്ചുകൾക്കൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ തന്നെയായിരിക്കും. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് മാം. മാം സ്റ്റാർട്ട് ചെയ്തോട്ടെ? പ്ലീസ്. താങ്ക് യു റേച്ചൽ. പ്ലീസ്. ഗുഡ് മോർണിംഗ് മാം ആൻഡ് ഓൾ. മാം എനിക്ക് കോൾഡ് ആയതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ചുമ വരും, അതുകൊണ്ട് ക്യാമറ ഓൺ ആക്കുന്നില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ. Good morning ma'am and all. First I would like to thank dear Shruti Chechi for her wonderful introduction and for inviting me to present my topic. I am Rachel. Now I would like to talk about Swami Vivekananda, one of the world famous teacher and spiritual leader. Arise, awake and stop not till the goal is reached. ഉണരുക, എഴുന്നേൽക്കുക, ലക്ഷ്യം നേടാതെ നിൽക്കരുത് എന്ന അദ്ദേഹത്തിൻ്റെ അമൃതവാക്യത്തോടെ ഞാൻ എൻ്റെ സെമിനാർ ആരംഭിക്കുന്നു. സ്വാമി വിവേകാനന്ദ മഹത്തായ ആത്മീയ നേതാവായിരുന്നു. പുറമെ ലോകപ്രശസ്ത ഗുരുവുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതവും ഉപദേശങ്ങളും ഇന്നും ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുന്നു. സ്വാമി വിവേകാനന്ദ 1863 ജനുവരി 12 കൊൽക്കത്തയിൽ ജനിച്ചു. ബാല്യകാല നാമം നരേന്ദ്രനാഥ് ദത്ത. ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹം ബുദ്ധിശാലിയും കൗതുകമുള്ളവനും ആത്മീയതയോട് ആഴത്തിലുള്ള താല്പര്യമുള്ളവനുമായിരുന്നു. പഠനത്തോടൊപ്പം സംഗീതത്തിലും കളികളിലും കഴിവ് തെളിയിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ താല്പര്യം തത്വചിന്തയിലേക്ക് ആത്മീയ അന്വേഷണത്തിലേക്കും തിരിഞ്ഞു. സ്വാമി വിവേകാനന്ദൻ്റെ ജീവിതത്തിൽ നിർണായകമായ മാറ്റം വന്നത് അദ്ദേഹം ശ്രീ രാമകൃഷ്ണ പരമഹംസരെ കണ്ടുമുട്ടിയതോടെയാണ്. ഗുരു രാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ആത്മീയതയുടെ ആഴവും ദൈവ സേവനം മനുഷ്യ സേവനത്തിലൂടെ നടക്കണം എന്ന സിദ്ധാന്തവും പഠിപ്പിച്ചു. ഗുരുവിൻ്റെ ഉപദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യം വരെ നയിച്ചു. 1893 അമേരിക്കയിൽ നടന്ന ലോകമത സമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പ്രസംഗിച്ചു. സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന് തുടങ്ങി ലോകത്തെ വിസ്മയിപ്പിച്ച പ്രസംഗം അദ്ദേഹത്തിന് അന്താരാഷ്ട്ര പ്രശസ്തി നേടിക്കൊടുത്തു. മതസഹിഷ്ണുത, സർവമാനവികത, സാഹോദര്യം എന്നിവയാണ് അദ്ദേഹം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. സ്വാമി വിവേകാനന്ദ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു. വിദ്യാഭ്യാസം, ആത്മീയത, സേവനം, അനാഥർക്കും ദാരിദ്ര്യർക്കും സഹായം എല്ലാം ഉൾക്കൊണ്ട മഹത്തായ പ്രസ്ഥാനം വളർന്നു. വിദ്യാർത്ഥികളെയും യുവാക്കളെയും രാജ്യനിർമ്മാണത്തിലേക്ക് പ്രചോദിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ വലിയ സംഭാവനകളിലൊന്നാണ്. വിദ്യാഭ്യാസം മനുഷ്യനിലുള്ള പരിപൂർണതയുടെ പ്രകടനമാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അധ്യാപന ദർശനം. സ്വാമി വിവേകാനന്ദ ജന്മദിനം ജനുവരി 12 നാഷണൽ യൂത്ത് ഡേ ആയി ആഘോഷിക്കപ്പെടുന്നു. ഇതിലൂടെ യുവാക്കളെ ആത്മവിശ്വാസത്തോടെയും ശക്തിയോടെയും സമൂഹ സേവനത്തോടെയും മുന്നോട്ട് നയിക്കുന്നു. സ്വാമി വിവേകാനന്ദൻ്റെ ചിന്തകൾ ഇന്നും പ്രചോദനമാണ്. ശക്തിയാണ് ജീവൻ, ദൗർബല്യം മരണമാണ്. ജീവിതത്തിൽ അപകട സാധ്യത ഏറ്റെടുക്കുക. ജയിച്ചാൽ നേതാവാകാം, തോറ്റാൽ വഴികാട്ടിയാവാം. വിദ്യാഭ്യാസം തലച്ചോറിൻ്റെ വിവരങ്ങൾ നിറയ്ക്കുന്നതല്ല, സ്വഭാവം മനസ്സിൻ്റെ ശക്തിയും വളർത്തുന്നതാണ്.
അറ്റ് ദി ലാസ്റ്റ് എൻ്റെ സമാപന വാക്കുകൾ, സ്വാമി വിവേകാനന്ദൻ ഒരു ആത്മീയ ഗുരുവായും സാമൂഹിക പരിഷ്കർത്താവായും ലോകപ്രശസ്ത അധ്യാപകനായും ചരിത്രത്തിൽ ഇന്നും തിളങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ ആത്മവിശ്വാസത്തോടെയും ആത്മീയതയോടെയും സമൂഹ സേവനത്തോടെയും മുന്നോട്ട് നയിക്കുന്നു. സെമിനാറിൻ്റെ അവസാനം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ്റെ വിളിയാണ് നമ്മെ നയിക്കേണ്ടത്. എറൈസ് എവേക്ക്, സ്റ്റോപ്പ് നോട്ട് ടിൽ ദി ഗോൾ ഈസ് റീച്ച്ഡ്. ഉണരുക, എഴുന്നേൽക്കുക, ലക്ഷ്യം നേടാതെ നിൽക്കരുത്. താങ്ക് യു മാം ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് താങ്ക് യു ഫോർ ഓൾ ലിസണിങ്. നൗ ഐ ഇൻവൈറ്റ് ഡിയർ അശ്വതി ചേച്ചി ടു സ്പീക്ക് അബൌട്ട് രവീന്ദ്രനാഥ് ടാഗോർ. താങ്ക് യു മാം. Okay, Ashwini, please give me 2 seconds. Good morning, ma'am, and good morning, my dear friends. Please 2 seconds. ഞാൻ റേച്ചൽ പറഞ്ഞതൊന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ആഡ് ചെയ്യട്ടെ. ആക്ച്വലി ഒരു 24 ശരിക്കും 24 എന്നല്ല, 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്തത്. ലൈക്ക് ട്യൂഷൻ എടുത്തത്. പിന്നെ പൂർണ്ണമായിട്ടും മാറുന്നത് 24 വയസ്സിലാണ്. പിന്നെ പലയിടങ്ങളിൽ ട്രെയിനിങ് അങ്ങനെ ഇങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ അവസാനം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോൾ ഇപ്പോഴും പുറത്ത് ട്രെയിനിങ് ഒക്കെ എടുക്കാൻ പോകുന്നത്. അപ്പോ എപ്പോഴും നമുക്ക് ഈ ടീച്ചേഴ്സ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സ്നേഹവും ഭയഭക്തി ബഹുമാനം എന്നൊക്കെ തോന്നുന്ന ഒരു ഫീലില്ലേ? നമ്മളൊരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന കറക്റ്റ് ആണോ, എന്നെ ഒന്ന് കറക്റ്റ് ചെയ്യൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലേക്ക് വരുന്ന പലരിലും ഒരാളായിരുന്നു ഈ സ്വാമി വിവേകാനന്ദൻ. ശരിക്കും അത്രയും ബോൾഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഇവൻ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറയാൻ അദ്ദേഹം കാണിച്ച ധൈര്യം, അതുപോലെ തന്നെ അമേരിക്കയിൽ നടത്തിയ പ്രസംഗം, പിന്നെ ഇന്ത്യയിലെ പല വ്യവസ്ഥകൾക്കും എതിരായിട്ട് അദ്ദേഹം പലതും സംസാരിച്ചു. ഓക്കെ, താങ്ക് യു സോ മച്ച് റേച്ചൽ ആൻഡ് അശ്വതി, പ്ലീസ്. താങ്ക് യു. മിസ് ക്യാമറ ഓൺ ആക്ക, കൊച്ചിനെ എടുത്തു വെച്ചോണ്ടാണ് ക്ലാസ് തന്നെ, അതാട്ടെ ക്യാമറ ഓൺ ആക്കാത്ത. നോ പ്രോബ്ലം, ബി കംഫർട്ടബിൾ. ഹായ് വാ, അമ്മ മോളും ക്യൂട്ടായിട്ടിരിക്കുന്നു. മോളല്ലേ അതോ മോനാണോ? മോള്. Good morning, ma'am, and good morning, my dear friends. First, I would like to thank Rachel for her wonderful presentation and also inviting me to present my topic. Today, I am talking about Rabindranath Tagore. Rabindranath Tagore, born in 1861 in Kolkata to Pirali Brahmin family. Rabindranath Tagore is a prominent Indian writer and cultural figure. He was a teacher and influential educator who founded the Vishwabharati University and the school at Santiniketan, promoting a holistic education rooted in a nature, creativity, and intercultural understanding. He believed teachers must also be lifelong learners and advocated for innovative methods like learning through activities, excursions, and artistic expression to foster comprehensive development of the individual. ഇന്ത്യയിലെ പ്രമുഖ സാഹിത്യകാരനും സാംസ്കാരിക നായകനുമായ രവീന്ദ്രനാഥ ടാഗോർ കൊൽക്കത്തയിലെ പിരളി ബ്രാഹ്മൺ വംശത്തിൽ പിറന്ന വ്യക്തിയാണ്. ശാന്തിനികേതനിൽ വിശ്വഭാരതി സർവകലാശാലയും സ്കൂളും സ്ഥാപിച്ചു ഒരു അധ്യാപകനാണ്. പ്രകൃതി, സർഗാത്മകത, സാംസ്കാരിക പരസ്പര ധാരണ എന്നിവയിൽ വേരൂന്നിയ ഒരു സമഗ്ര വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നു. അധ്യാപകർ ആജീവനാന്ത പഠിതാക്കളായിരിക്കണമെന്നും വ്യക്തിയുടെ സമഗ്രമായ വികസനം വളർത്തിയെടുക്കുന്നതിന് പ്രവർത്തനങ്ങൾ, വിനോദയാത്രകൾ, കലാപരമായ ആവിഷ്കാരം എന്നിവയിലൂടെയുള്ള പഠനം പോലുള്ള നൂതന രീതികൾക്കായി അദ്ദേഹം വിശ്വസിച്ചു. Tagore was also a composer. He wrote the national anthems for both India and Bangladesh, as well as an educator, social reformer, philosopher, and a painter, whose achievements are important as those of the anti-colonial nationalist Mahatma Gandhi. ടാഗോർ ഒരു സംഗീത സംവിധായകൻ കൂടിയായിരുന്നു. അദ്ദേഹം ഇന്ത്യക്കും ബംഗ്ലാദേശിനും ദേശീയ ഗാനങ്ങൾ രചിച്ചു. കൂടാതെ സാമൂഹിക പരിഷ്കർത്താവ്, തത്വചിന്തകൻ, ചിത്രകാരൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചു. ഇന്ത്യയിൽ കൊളോണിയൽ വിരുദ്ധ ദേശീയവാദിയായ മഹാത്മാഗാന്ധിയെ പോലെ പ്രാധാന്യമുള്ള ഒരു ദേശീയ വ്യക്തിയുമായാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. He was died 1941. In conclusion, we can say that Maria Montessori, Swami Vivekananda, and Rabindranath Tagore were national builders who dedicated their lives education.
Their vision continues to inspire us even today. Thank you, ma'am, for giving us their opportunity, and thank you, friends, for your kind attention. Thank you, ma'am. താങ്ക് യു അശ്വതി. ഒട്ടും വയ്യാലോ, ചുമ കേട്ടപ്പോ തന്നെ മനസ്സിലായി. ഞാൻ ഇടയ്ക്കൊന്ന് വിചാരിച്ചു വേറൊരു ദിവസം എടുക്കാൻ അവസരം തരണമെന്ന്. പിന്നെ അശ്വതിയുടെ ആ ഒരു കീൻ ഡിസയർ, ആ ഭയങ്കര ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ പിന്നെ ഇടയ്ക്ക് കയറാതിരുന്നത്. നല്ല ചുമ ഇങ്ങനെ കേൾക്കണ്ടായിരുന്നു. ഓക്കെ, പ്ലീസ് ബി കംഫർട്ടബിൾ ആൻഡ് താങ്ക് യു സോ മച്ച്. രവീന്ദ്രനാഥ് ടാഗോർ ഓർക്കുമ്പോ തന്നെ നമുക്ക് കുറെ കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. ശരിക്കും അദ്ദേഹത്തിന്റെ ഗീതാഞ്ജലി വളരെ പ്രസിദ്ധമാണ്. ആ ഗീതാഞ്ജലി എനിക്കറിയാവുന്ന ഒരു സാറ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, തോമസ് എബ്രഹാം സാർ. അപ്പൊ മലയാളത്തിലേക്ക് സാറ് ട്രാൻസ്ലേറ്റ് ചെയ്ത സാർ അതിന്റെ ചില ഭാഗങ്ങൾ ഒരു കോട്സ് പോലെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോഴാണ് ഗീതാഞ്ജലിയുടെ മഹത്വം എനിക്ക് കൂടുതലായിട്ട് മനസ്സിലായത്. മുഴുവനായിട്ടും വായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും ആ കുറേ ഭാഗങ്ങള് സാറിൽ നിന്ന്, തോമസ് എബ്രഹാം സാറിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി ആരെങ്കിലുണ്ടോ? ഒരു കാര്യം യെസ് പ്ലീസ് ശ്രുതി. മാം, ഇത് ബാലൻസ്ഡ് ഡയറ്റ് ഞാനൊന്ന് ഹാങ്കിങ് ടൈപ്പ് ചെയ്തതാ. ഓ വെരി ഗുഡ്. കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആവുള്ളൂ. ഞാൻ ചെയ്തതാണ്. നന്നായിട്ടുണ്ട്. എന്താ അത്, സീഡിയാ? ഇല്ല മാം, കാർഡ്ബോർഡ് കട്ട് ചെയ്തതാ. ഷേപ്പ് അങ്ങനെ കറക്റ്റ് ആയില്ല, എന്നാലും മറ്റേ A4 ഷീറ്റ് ഒക്കെ വെച്ച് കവർ ചെയ്തു. നമ്മളുടെ എഫേർട്ട് കാണാൻ പറ്റും. ഷേപ്പ് കറക്റ്റ് ആവാതെ വരുമ്പോ നമ്മുടെ എഫേർട്ട്, നമ്മൾ അത്ര എഫേർട്ട് എടുത്തൊന്ന് മനസ്സിലാവും. ഇറ്റ്സ് വെരി ഗുഡ്. താഴെ ഞാൻ കാണുന്ന ആ ഡയമണ്ട് ഷേപ്പിൽ എന്താ? അത് ഞാൻ വായിക്കാം. ഡ്രിങ്ക് മോർ വാട്ടർ, സ്റ്റേ ഹൈഡ്രേറ്റഡ്. നെക്സ്റ്റ്, a balanced diet gives all the nutrients a person need for good health. Okay, fine. Very good. Thank you, ma'am. So this is a reference for all. നിങ്ങൾക്കും നിങ്ങളുടേതായ ഇന്നോവേറ്റീവ് ഐഡിയയിൽ പലതും ചെയ്യാം കേട്ടോ. മാം, ഇതിന്റെ ഫിനിഷിംഗ് ടച്ച് ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ചെയ്ത്, അതുകൊണ്ട് ഗ്രൂപ്പിൽ ഇടാൻ പറ്റില്ല. ഞാൻ ഇട്ടേക്കാം, ഷെയർ ചെയ്തേക്കാം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ മാം. മാം, പിന്നെ ഈ ഇത് മറ്റേ ഫ്രേസസ് പ്ലക്കാർഡ് പോലെ ചെയ്തിട്ടുണ്ടേ. അതെ, നമുക്ക് ചെറിയൊരു റാലിയൊക്കെ സംഘടിപ്പിക്കുവാണെങ്കിൽ നമുക്ക് കുട്ടികളുടെ കയ്യിൽ കൊടുക്കാലോ. വെയിറ്റ് ഉണ്ടോ? ഇല്ല മാം, അത്യാവശ്യം വെയിറ്റ് ഒന്നുമില്ല. ജസ്റ്റ് കാർഡ്ബോർഡ് തന്നെയാണ് ഇങ്ങനെ പേസ്റ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഇതിനു വേണ്ടി കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുകയൊന്നും ചെയ്തില്ലല്ലോ, മീൻസ് മണി? ഇല്ല മാം, അങ്ങനെയൊന്നും ചെയ്തില്ല. ജസ്റ്റ് A4 ഷീറ്റും പിന്നെ ചാർട്ടും കാർഡ്ബോർഡ്, അത്രേ ഉള്ളൂ. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു മാം. ഓക്കെ മാം, ഞങ്ങൾ സെമിനാർ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പറയുന്നുണ്ട് കേട്ടോ, ഗ്രൂപ്പായിട്ട്. ഇന്ന് തന്നെയല്ലേ? ഇന്നല്ലേ? ഇന്ന് തന്നെ. ഞങ്ങളിൽ നിന്ന് വന്ന് ആരൊക്കെയാണെന്നൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? സൗമ്യ ടോണി, ടെസി, തൻസി, പിന്നെ ഒരാളാരാണ്? മൃദുല. സൗമ്യ, മൃദുല, ടെസി, തൻസീറ. പ്ലീസ്. Good morning, everyone. I am Soumya Tony. I am talk about introduction Dr. APJ Abdul Kalam. Dr. APJ Abdul Kalam, a highly respected Indian scientist and politician, who served as in the 11th President of India from 2002 to 2007, born on October 15, 1931 in Rameshwaram, Tamil Nadu. He was a key figure in India's space and missile development programs, earning him in the title of the Missile Man of India. His notable contributions include in the development of the satellite launch vehicle and Agni and Prithvi missiles, a beloved public acute. He was known for humility, dedication to education, and inspirational speeches, especially to young people. He passed away on July 27, 2015, while delivering a lecture at the Indian Institute of Management, Shillong, leaving he high a legacy of scientific excellence and a vision for developed India. APJ അബ്ദുൽ കലാം 2002 മുതൽ 2007 വരെ ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള വളരെ ആദരിക്കപ്പെട്ട ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞനും രാഷ്ട്രീയക്കാരനുമായിരുന്നു. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് അദ്ദേഹം ജനിച്ചത്. ഇന്ത്യയുടെ ബഹിരാകാശ മിസൈൽ വികസന പരിപാടികളിൽ അദ്ദേഹം ഒരു പ്രധാന വ്യക്തിയായിരുന്നു.
ഇത് അദ്ദേഹത്തിന് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിളിപ്പേര് നേടിക്കൊടുത്തു. സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, അഗ്നി പൃഥ്വി മിസൈലുകൾ എന്നിവയുടെ വികസനത്തിന് അദ്ദേഹത്തിന്റെ സംഭാവനകൾ ശ്രദ്ധേയമാണ്. വിനയത്തിനും വിദ്യാഭ്യാസത്തോടുമുള്ള അർപ്പണബോധത്തിനും പ്രചോദനാത്മകമായ പ്രസംഗങ്ങൾക്കും പ്രത്യേകിച്ച് യുവജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾക്കും അദ്ദേഹം പ്രിയപ്പെട്ട ഒരു പൊതുവ്യക്തിയായിരുന്നു. 2015 ജൂലൈ 27 ഷിലോങ്ങിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ പ്രഭാഷണം നടത്തുന്നതിനിടെ അദ്ദേഹം അന്തരിച്ചു. ശാസ്ത്രീയ മികവിന്റെ വികസിത ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിന്റെയും ഒരു പാരമ്പര്യം അദ്ദേഹം അവശേഷിപ്പിച്ചു. താങ്ക് യു മാം. ടോക്ക് അബൌട്ട് നെക്സ്റ്റ് ടെസി. Tessie, give me 2 seconds. Please. Okay, Soumya. Okay. സൗമ്യ കുറെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന് തോന്നുന്നു APJ അബ്ദുൽ കലാമിനെ, റൈറ്റ്? ഓക്കെ, മനസ്സിലെപ്പോഴും ഉണ്ടാകും അല്ലേ, റൈറ്റ്? ആക്ച്വലി എനിക്കും ഭയങ്കര റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. നേരിട്ട് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സാധിച്ചില്ല. അദ്ദേഹത്തിന് ട്രിബ്യൂട്ട് ആയിട്ടൊരു പ്രോഗ്രാം ഉണ്ട്. അതിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററും കൂടിയാണ് ഞാൻ, അഗ്നിപ്പറവകൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ഒരു ഹാപ്പിനെസ് എനിക്കുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു മീറ്റിംഗ് ഒക്കെ ട്രിവാൻഡ്രത്തിൽ ലാസ്റ്റ് ഡേ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല, കാരണം മീറ്റിംഗിന്റെ ടൈം എനിക്ക് അവിടെ എത്താനും എന്റെ വീട്ടിലെ ചില സാഹചര്യങ്ങൾ കൊണ്ട് പറ്റിയില്ല. അപ്പോ പ്രോഗ്രാം വേറൊന്നുമല്ല, നമ്മൾ ഒത്തിരി അവഗണിക്കപ്പെടുന്ന കുട്ടികളുണ്ടല്ലോ ക്ലാസ് റൂമിലാണെങ്കിലും. ബാക്ക് ബെഞ്ചേഴ്സ്, എപ്പോഴും APJ ബാക്ക് ബെഞ്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവഗണിക്കപ്പെടുന്ന കുട്ടികൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വീട്ടില്, അവര് ജീവിക്കുന്ന സൊസൈറ്റിയില്, അവരുടെ സ്കൂളില് അവരെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അവർക്ക് വേറെയും പൊട്ടൻഷ്യൽസ് ഉണ്ടാവും. സെയിം മെത്തേഡ് തന്നെയാണ് മോണ്ടിസോറിയിലും. ഡീവിയേറ്റഡ് ആയിട്ട് വരുന്ന കുട്ടികളെ നോർമലൈസ്ഡ് ആക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ എനിക്ക് ശരിക്കും മോണ്ടിസോറി മെത്തേഡ് ഹെൽപ്പ് ചെയ്തു ആ മക്കളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട്. അങ്ങനെ ട്രിവാൻഡ്രത്തെ മോഡൽ സ്കൂളിലും മട്ടാഞ്ചേരിയിലുള്ള ഒരു പനയപ്പള്ളി സ്കൂളിലും ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് ചലഞ്ചസ് വളരെ കൂടുതലായിരിക്കും. അത് കാരണം പ്രോഗ്രാമിനൊരു ബ്രേക്ക് വന്നു. അപ്പൊ വീണ്ടും അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ സഹകരിക്കുന്നത്. കാരണം വെച്ചാല് കുട്ടികൾ വരുന്ന ചുറ്റുപാട് അതുപോലെയാണ്. അവർക്ക് സബ്സ്റ്റൻസ് യൂസിനോട് ഭയങ്കര അട്രാക്റ്റഡ് ആകുന്ന, അത് ഉപയോഗിച്ചിരുന്ന കുട്ടികളൊക്കെ തന്നെയാണ് അതിലുള്ളത്. അപ്പൊ അവരിലൊക്കെ മാറ്റം വരുത്താനായിട്ട് നമുക്ക് സാധിച്ചു. അപ്പോ അങ്ങനെ ഒരു ഇതായത് കാരണം, അങ്ങനെ ഒരു ചുറ്റുപാടിലായത് കാരണം പോലീസിന്റെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന നാഗരാജ് സർ, അദ്ദേഹം ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷനാണ്. അദ്ദേഹം തെലുങ്കാണ്, അദ്ദേഹം ഇപ്പോൾ ട്രിവാൻഡ്രത്താണ്. അപ്പൊ അദ്ദേഹമാണ് അതിന്റെ ചീഫ് പാട്രൺ. അപ്പൊ അങ്ങനെ നല്ലൊരു ടീമാണ്. സോ നമ്മൾക്കത് ഫുൾ നമ്മളുടെ സ്കൂളുകളിൽ കരിക്കുലത്തിന്റെ ഭാഗമാക്കാനുള്ള ഒരു പ്ലാനും ഉണ്ട്. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു ടീം ഓരോരോ ജില്ലകളിലും ഓരോ റീജിയനിലും ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നമുക്ക് ടീമാണ് നമ്മുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതൊരു ടീം വർക്ക്, ഒറ്റയ്ക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല, ഒരു ടീം വർക്ക് തന്നെയാണ്. അപ്പൊ ഓരോ ഏരിയയിലുള്ള മോണ്ടിസോറി മെത്തേഡ് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി ടു ഹാൻഡിൽ ദ കിഡ്സ്. ഇത്ര രസമായിട്ട് നമുക്ക് കുട്ടികളെ നല്ലൊരു ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അത് നിങ്ങൾ ഗ്രാസ് റൂട്ടിൽ നിന്ന് തുടങ്ങുന്നു, ചെറിയ കുട്ടികളിൽ തുടങ്ങുന്നു. ഞങ്ങൾക്ക് കിട്ടുന്നത് ടീനേജേഴ്സ്, അഡോളസൻസ് ഗ്രൂപ്പിനെയാണ് കിട്ടുന്നത്. അവരില് മാറ്റം വരുത്താൻ ഈ പ്രോഗ്രാമിന് പറ്റിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളൊരു ടീമായി പ്രവർത്തിക്കുമ്പോൾ നമുക്കത് പറ്റും. എനിവേ, സോ കീപ് ഇൻ ടച്ച് കോഴ്സ് കഴിഞ്ഞാലും, ബിക്കോസ് ഐ നീഡ് യു ഓൾ ഓഫ് യു ആൻഡ് വി വിൽ വർക്ക് ടുഗദർ. ഓക്കെ സൗമ്യ, താങ്ക് യു സോ മച്ച് ആൻഡ് ഐ ലൈക്ക് യുവർ ഡ്രസ്. എനിക്ക് ഡ്രസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ മാം, താങ്ക് യു, താങ്ക് യു. Thank you, Soumya, inviting me. Good morning, ma'am, and good morning, my dear friends. I am Tessie Lawrence. I am going to say about how should be a teacher in the words of Abdul Kalam. APJ Abdul Kalam was extraordinary teacher and every student's role model. Every time he would visit a school or college, thousands of people would gather in the auditorium just to listen to his motivational words. അതായത് നമ്മുടെ APJ അബ്ദുൽ കലാം എപ്പോഴും ഒരു സ്കൂളുകളോ കോളേജുകളോ സന്ദർശിച്ച് അവർക്ക് വേണ്ട മോട്ടിവേഷണൽ സ്പീച്ചസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ച് അതിനുള്ള ആൻസർ കൊടുത്ത് അതിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ APJ അബ്ദുൽ കലാം. അതുപോലെ തന്നെ he believed teachers were not just conveyors of knowledge but also shapers of character and inspirers of dreams. അധ്യാപകർ അറിവിന്റെ വാഹകർ മാത്രമല്ല,
സ്വഭാവ രൂപീകരണക്കാരും സ്വപ്നങ്ങളുടെ പ്രചോദകരുമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. കലാം highlighted their significance in igniting curiosity, fostering values, and driving societal progress through their dedication and commitment to lifelong learning. അദ്ദേഹം ജിജ്ഞാസ നടത്തുന്നതിലും മൂല്യങ്ങൾ വളർത്തുന്നതിലും ആജീവനാന്ത പഠനത്തോടുള്ള സമർപ്പണത്തിലൂടെയും പ്രതിബദ്ധതയിലൂടെയും സാമൂഹിക പുരോഗതി കൈവരിക്കുന്നതിലും അവരുടെ പ്രാധാന്യം കലാം എടുത്തു പറഞ്ഞു. അതുപോലെ ടീച്ചേഴ്സ് ഹാവ് ടു റിയലൈസ് ദാറ്റ് ദേ ആർ ദ ബിൽഡേഴ്സ് ഓഫ് ദി സൊസൈറ്റി. ടീച്ചേഴ്സ് ടീച്ചേഴ്സ് സമൂഹത്തിന്റെ നിർമ്മാതാക്കളാണെന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. അദ്ദേഹം അത് സ്പീച്ചിലായാലും എടുത്തു പറയുന്നുണ്ട്. Society can be built only when the students are made proficient in their subject. In addition, they have to provide a vision for life to the students and also inculcate the fundamental of values which he should practice in the years to become. അവരുടെ വിദ്യാർത്ഥികൾ അവരുടെ വിഷയത്തിൽ പ്രാവീണ്യം നേടിയെടുക്കുമ്പോഴാണ് സമൂഹം കെട്ടിപ്പടുക്കാൻ കഴിയുക. കൂടാതെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ദർശനം വിദ്യാർത്ഥികൾക്ക് നൽകുകയും വരും വർഷങ്ങളിൽ അവർ പരിശീലിക്കേണ്ട അടിസ്ഥാന മൂല്യങ്ങൾ അവരിൽ വളർത്തിയെടുക്കുകയും വേണം. In the words of Abdul Kalam, teacher must have following 4 qualities. Teacher lover teaching. Teacher encourage questions from students. അതായത് ക്വസ്റ്റ്യൻസ് സ്റ്റുഡൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ അബ്ദുൽ കലാം എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതുപോലെ ടീച്ചേഴ്സ് പുട്ട് ദ സ്റ്റുഡന്റ് അഹെഡ്. അവരെ ആവേശഭരിതരാക്കണം ഒരു ടീച്ചർ. ക്രിയേറ്റ് പ്രഷർ ഓൺ ദി സ്റ്റുഡന്റ് ടു എക്സ്പ്ലോർ ഓൺ കപ്പബിലിറ്റീസ്. അവരുടെ കഴിവുകളെ കണ്ടെത്തി വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ APJ Abdul Kalam's primary school teacher in Rameswaram was Shiva Subramanya Iyer. He was a formative influence, especially during a lesson on how birds fly, which inspired Kalam's interest in flight and his future career path. അദ്ദേഹം പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ ശിവസുബ്രഹ്മണ്യ അയ്യർ എന്ന് പറഞ്ഞ ടീച്ചർ ഒരു ലെസൺ എടുത്തതിൽ ഹൗ ബേർഡ്സ് ഫ്ലൈ, ആ ലെസണിലൂടെ അദ്ദേഹത്തിന് ഫ്ലൈറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനും അതിനെ കുറിച്ച് പഠിക്കാനും അദ്ദേഹം ഒരുപാട് ഇൻട്രസ്റ്റ് ആയി. അതുവഴിയാണ് അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ അവിടുന്ന് ആൾ തെരഞ്ഞെടുത്തത്. അങ്ങനെ അദ്ദേഹം ഇവിടെ ഇതിൽ പറയുന്നു, he was the first teacher who inspired Kalam to become a scientist. ഒരു സയന്റിസ്റ്റ് ആവാനായിട്ട് അദ്ദേഹത്തിന് ഇൻസ്പയർ ചെയ്തത് ഈ ടീച്ചറായിരുന്നു. ശിവസുബ്രഹ്മണ്യ അയ്യർ എന്ന ടീച്ചറായിരുന്നു. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇതുകൂടി ഞാൻ പറയാൻ പോവുകയാണ്. ഞാൻ അദ്ദേഹത്തിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൃശ്ശൂര് തോപ്പ് സ്റ്റേഡിയത്തിലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഞങ്ങള് സെന്റ് തോമസ് കോളേജിൽ നിന്ന് കുറച്ച് സ്റ്റുഡൻസിനെ അവിടേക്ക് ഞങ്ങൾ സെലക്ട് ചെയ്ത് വിട്ടിരുന്നു സാറുമാര്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്. തോപ്പ് സ്റ്റേഡിയത്തിന് മുകളിലാണെങ്കിലും എനിക്ക് സ്പീച്ചൊക്കെ കേൾക്കാൻ പറ്റി. അതുപോലെ പക്ഷെ ഇന്ററാക്ട് ചെയ്യാനുള്ള അതൊന്നും കിട്ടിയില്ല. താഴെ മുകളിലായിരുന്നു ഞങ്ങൾ ഇരുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ സ്പീച്ച് കേൾക്കാനും അദ്ദേഹം സ്റ്റുഡൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്ത് മിങ്കിൾ ചെയ്ത് സംസാരിക്കുന്നത്, അതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനും ഇൻട്രസ്റ്റ് കാണിക്കുന്നതും കണ്ടപ്പോ ഞങ്ങൾക്ക് വലിയൊരു ഒരു ഭയങ്കര ഒരു മോട്ടിവേഷണൽ സ്പീച്ച് ആയിരുന്നു അദ്ദേഹത്തിന്റെ. അത് പറയാണ്ടിരിക്കാൻ വയ്യ, അത്രയും നല്ലൊരു സ്പീച്ച് ആയിരുന്നു. അത് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഇത് പറഞ്ഞപ്പോ. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ ഇത് എപ്പോഴും ഞാൻ അദ്ദേഹത്തിന്റെ തോട്ട്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വിട്ടുകളിയില്ല. അപ്പൊ ഞാൻ അത് റീഡ് ചെയ്തിട്ട് വിടുള്ളൂ. Okay, thank you very much. I invite my friend Tansi for presentation. Okay, Tansi, give me 2 seconds. I am very happy that APJ കാണാനായിട്ട് ടെസ്സിക്ക് പറ്റിയല്ലോ. ടെസ്സി എടുക്കുമ്പോഴിങ്ങനെ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലെ? അദ്ദേഹത്തെ കണ്ട ആ ഒരു നിമിഷമൊക്കെ ഉള്ളിൽ വെച്ചിട്ടാണ് ഫുൾ പറഞ്ഞത്. ഓക്കെ, വെരി ഗുഡ്. ആൻഡ് യു ആർ സോ ലക്കി. മൂക്കുത്തിയ നന്നായിരിക്കും കേട്ടോ. ഓക്കെ, ഓക്കെ. Thank you, Tessie. I am going to share the thoughts of Dr. APJ Abdul Kalam sir. You have to dream before your dreams can
കം ട്രൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നതിന് മുൻപ് നിങ്ങൾ സ്വപ്നം കാണണം. ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ. നിങ്ങൾ സൂര്യനെ പോലെ പ്രകാശിക്കണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തണം. മാൻ നീഡ്സ് ഡിഫിക്കൽട്ടീസ് ഇൻ ലൈഫ് ബിക്കോസ് ദേ ആർ നെസസറി ടു എൻജോയ് സക്സസ്. മനുഷ്യന് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ആവശ്യമുണ്ട്, കാരണം അവയാണ് വിജയത്തിന്റെ സുഖം അനുഭവിക്കാൻ ആവശ്യമായത്. കോൺഫിഡൻസ് ആൻഡ് ഹാർഡ് വർക്ക് ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ ടു കിൽ ദ ഡിസീസ് കോൾഡ് ഫെയിലിയർ. ആത്മവിശ്വാസവും കഠിനാധ്വാനവും ചേർന്നതാണ് പരാജയം എന്ന രോഗത്തെ കൊല്ലുന്ന മികച്ച ഔഷധം. നെവർ സ്റ്റോപ്പ് ഫൈറ്റിംഗ് അണ്ടിൽ യു അറൈവ് ടു destined place. That is the unique you have an aim in life. Continuously acquire knowledge, work hard and have perseverance to realize the great life. നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തും വരെ ഒരിക്കലും പോരാട്ടം നിർത്തരുത്. അതാണ് നിങ്ങൾ എന്ന പ്രത്യേക വ്യക്തിത്വം. ജീവിതത്തിൽ ഒരു ലക്ഷ്യം വെക്കൂ, തുടർച്ചയായി വിജ്ഞാനം നേടൂ, കഠിനാധ്വാനം ചെയ്യൂ, മഹത്തായ ജീവിതം നേടാൻ സഹനശക്തി പുലർത്തൂ. Be active, take responsibility, work for the things you believe in. If you do not, you are surrendering your fate in others. ഏറ്റെടുക്കൂ നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്കായി, പ്രവർത്തിക്കൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി മറ്റുള്ളവരുടെ കൈകളിൽ വിടുന്നതായിരിക്കും. Don't fear for facing failure in the first attempt because even the successful max starters with zero. ആദ്യ ശ്രമത്തിൽ പരാജയപ്പെട്ടാലും ഭയക്കരുത്. വിജയകരമായ ഗണിതവും 0 മുതലാണ് തുടങ്ങുന്നത്. Excellence happens not by accident, it is a process. മികവ് സംഭവിക്കുന്നത് അപകടത്തിൽ അല്ല, അത് ഒരു പ്രക്രിയയാണ്. Thinking should come your capital asset, no matter whatever ups and down you come across in your life. ജീവിതത്തിലെ ഉയർച്ചകളും താഴ്ചകളും എന്തായാലും ചിന്തയാണ് നിങ്ങളുടെ പ്രധാന സമ്പത്ത്. Creativity is seeing the same thing but thinking differently. സൃഷ്ടിപരത്വം എന്നത് ഒരേ കാര്യം കണ്ടിട്ടും വ്യത്യസ്തമായി ചിന്തിക്കുന്നതാണ്. ഗ്രേറ്റ് ഡ്രീംസ് ഓഫ് ഗ്രേറ്റ് ഡ്രീംസ് ആർ ഓൾവേസ് ട്രാൻസെൻഡഡ്. മഹത്തായ സ്വപ്നങ്ങൾ കാണുന്നവരുടെ സ്വപ്നങ്ങൾ എപ്പോഴും യാഥാർത്ഥ്യമാകും. ടു സക്സീഡ് ഇൻ യുവർ മിഷൻ യു മസ്റ്റ് ഹാവ് സിംഗിൾ മൈൻഡഡ് ഡിവോഷൻ ടു യുവർ ഗോൾ. ഒരു ദൗത്യത്തിൽ വിജയിക്കണമെങ്കിൽ ലക്ഷ്യത്തിലേക്കുള്ള ഏകാഗ്രമായ സമർപ്പണം വേണം. സ്മോൾ എയിം ഈസ് എ ക്രൈം, ഹാവ് ഗ്രേറ്റ് എയിം. ചെറിയ ലക്ഷ്യം വെക്കുന്നത് തന്നെ ഒരു കുറ്റമാണ്, വലിയ ലക്ഷ്യം വെക്കുക. ഡ്രീം ഈസ് നോട്ട് വാട്ട് യു സീ ഇൻ സ്ലീപ്പ്, ഇറ്റ് ഈസ് ദ തിങ് വിച്ച് ഡസ് നോട്ട് ലെറ്റ് യു സ്ലീപ്പ്. സ്വപ്നം ഉറക്കത്തിൽ കാണുന്നതല്ല, ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് യഥാർത്ഥ സ്വപ്നം. ടു ബി യൂണിക് യു മസ്റ്റ് ബി ഡിഫറെന്റ്. അന്യായമാവനാകാൻ നിങ്ങൾ വേറിട്ടവനാകണം. നോളജ് വിത്ത് ആക്ഷൻ കൺവേർട്സ് adversity in prosperity. പ്രവൃത്തിയോട് ചേർന്ന അറിവ് പ്രതിസന്ധികളെ വിജയത്തിലേക്ക് മാറ്റുന്നു. Don't pretend to be someone else, be yourself. മറ്റൊരാൾ ആയതായി നടിക്കരുത്, നിങ്ങൾ നിങ്ങളായിരിക്കണം. The best way to win is not to defeat others but to improve yourself. വിജയിക്കാനുള്ള ഏറ്റവും നല്ല വഴി മറ്റുള്ളവരെ തോൽപ്പിക്കുന്നത് അല്ല, സ്വയം മെച്ചപ്പെടുത്തുന്നതാണ്. When you speak the truth, when you work with integrity, when you dream big. സംസാരിക്കുമ്പോൾ സത്യം പറയൂ, പ്രവർത്തിക്കുമ്പോൾ സത്യസന്ധമായി പ്രവർത്തിക്കൂ, സ്വപ്നം കാണുമ്പോൾ വലിയ സ്വപ്നം കാണൂ. താങ്ക് യു മാം. APJ അബ്ദുൽ കലാം സാറിന്റെ തോട്ട്സ് ജീവിതത്തിൽ പകർത്തലുണ്ട്, അതൊരു പോസിറ്റീവ് എനർജിയും കിട്ടലുണ്ട്. നല്ല തോട്ട്സ് ആണ്. പോസിറ്റീവ് എനർജി ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ കിട്ടുമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തോട്ട്സിന്റെ ഒരു മാല തന്നെ ഇട്ട് വരുമായിരുന്നു തൻസീറ. ഓക്കെ, താങ്ക് യു മാം. Now I invite Mridula to present the next topic. Thank you, Tansira. Good morning, everyone. Good morning, ma'am. Today I am talk about list of awards and honors received by Dr. APJ അബ്ദുൽ കലാം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാമിന് ലഭിച്ച ബഹുമതികളെ കുറിച്ചും അവാർഡുകളെ കുറിച്ചുമാണ്. Dr. APJ Abdul Kalam received numerous awards, including the prestigious Bharat Ratna in 1997, Padma Vibhushan in 1990, Padma Bhushan in 1981. He was also granted over 30 honorary doctorates from universities and institutions worldwide. Additionally, he was honored with the King Charles II Medal by the Royal Society in 2007.
the Indira Gandhi Award for National Integration in 1997 and the Ramanujan Award in 2000, among many awards and fellowships. ഡോക്ടർ APJ അബ്ദുൽ കലാമിന് 1997 ഭാരത് രത്നയും 1990 പത്മവിഭൂഷണും 1981 പത്മഭൂഷൺ തുടങ്ങിയ അഭിമാനകരമായ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള സർവകലാശാലകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും 30-ലധികം ഓണററി ഡോക്ടറേറ്റുകളും ലഭിച്ചു. ഇതിനു പുറമെ 2007 റോയൽ സൊസൈറ്റി അദ്ദേഹത്തിന് കിങ് ചാൾസ് II മെഡൽ നൽകി ആദരിച്ചു. 1997 ദേശീയോദ്ഗ്രഥനത്തിനുള്ള ഇന്ദിരാഗാന്ധി അവാർഡ്, 2000 രാമാനുജൻ അവാർഡ്, മറ്റ് നിരവധി അവാർഡുകളും ഫെലോഷിപ്പുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. In conclusion, Dr. APJ Abdul Kalam's life is a beacon of hope, resilience, and dedication. From the small town of Rameshwaram to the highest office in the land, he remained a humble and compassionate individual, always driven by a desire to serve his fellow citizens. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജീവിതം പ്രത്യാശയുടെയും സഹനശക്തിയുടെയും സമർപ്പണത്തിന്റെയും ഒരു ദീപസ്തംഭമായിരുന്നു. രാമേശ്വരം എന്ന ചെറിയ പട്ടണത്തിൽ നിന്ന് രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന പദവി വരെ അദ്ദേഹം എളിമയും കാരുണ്യവുമുള്ള ഒരു വ്യക്തിയായി തുടർന്നു. എപ്പോഴും സഹപൗരന്മാരെ സേവിക്കാനുള്ള ആഗ്രഹത്താലും അദ്ദേഹം സേവിക്കപ്പെട്ടു. As a teacher, Dr. APJ Abdul Kalam would likely emphasize the importance of curiosity, creativity, and perseverance in students. He would probably encourage students to think critically and explore the wonders of science and technology. ഒരു അധ്യാപകൻ എന്ന നിലയിൽ വിദ്യാർത്ഥികളിലെ ജിജ്ഞാസ, സർഗാത്മകത, സ്ഥിരോത്സാഹം എന്നിവയുടെ പ്രാധാന്യം ഡോക്ടർ APJ അബ്ദുൽ കലാം ഊന്നി പറയുകയുണ്ടായി. വിമർശനാത്മകമായി ചിന്തിക്കാനും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അത്ഭുതങ്ങൾ പര്യവേക്ഷണം ചെയ്യാനും അദ്ദേഹം വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. Okay, thank you, ma'am, Jisha ma'am, for giving us wonderful opportunity, and also thank you all my batchmate for listening me. Thank you, ma'am. ഓക്കെ മൃദുല, ആൻഡ് താങ്ക് യു സോ മച്ച്. ശരിക്കും ഞങ്ങളാണ് നിങ്ങളോട് താങ്ക്സ് പറയേണ്ടത്. ഫ്രം ദ ബിഗിനിങ് തുടങ്ങിയിട്ട് ഈ സെമിനാർ എടുത്തത്. മൃദുല അങ്ങ് ഭയങ്കര ഒരു പാവം കുട്ടിയിലെ ടീച്ചറൊക്കെ ആവുമ്പോഴേക്കും കുട്ടികൾ കരയണേന് മുമ്പ് മൃദുല കരയോ? എനിക്ക് ഭയങ്കര ക്യൂട്ട്, ഭയങ്കര പാവമായിട്ട് തോന്നി. ഓക്കെ, നിങ്ങളൊക്കെ വീഡിയോയിൽ കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം വല്ലപ്പോഴും. ഓക്കെ, എനിവേ കീപ് യുവർ പോസിറ്റീവ്. എനിക്കറിയാം കുട്ടികളെ നല്ല മക്കളെ പോലെ തന്നെ ചേർത്ത് പിടിക്കാൻ മൃദുലയ്ക്ക് കഴിയട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യും. ഓക്കെ മൃദുല, നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടോ. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? മിസ്സേ, കുറിച്ചായിരുന്നു ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഇന്ന് അശ്വതി പറഞ്ഞോണ്ട് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വേറെ പ്രിപ്പയർ ചെയ്യാന്ന് വിചാരിച്ചു. നസീറ APJ അബ്ദുൽ കലാം ആരെ കുറിച്ചായിരുന്നു രവീന്ദ്രനാഥ് ടാഗോർ. ഓക്കെ, നസീറയ്ക്ക് അതിനകത്ത് എന്തെങ്കിലും എന്താ പറയാ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ എനിക്ക് ആഡ് എന്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ വേറെ ആളെ പറ്റി പറഞ്ഞോളൂ. എന്തായാലും പ്രിപ്പയർ ചെയ്താൽ അങ്ങനെ തന്നെ പറയാനുള്ള അശ്വതി പറഞ്ഞതിനേക്കാൾ എന്തെങ്കിലുമൊക്കെ വല്ല ഇൻസിഡന്റോ എന്തെങ്കിലും എക്സ്പീരിയൻസ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ പ്ലീസ്. പ്രിപ്പയർ ചെയ്താലേ ഇപ്പൊ ഞാന് അത് പ്രിപ്പയർ ചെയ്തത് ഞാൻ ഇപ്പൊ പ്രസന്റ് ചെയ്യാനാണോ മിസ് പറയുന്നത്? അതല്ല, അശ്വതി എടുത്തത് കേട്ടല്ലോ. അശ്വതി എന്തായാലും ബ്രീഫ് ചെയ്ത്, കാരണം നമുക്ക് കുറച്ച് ടൈം ലിമിറ്റഡ് ആണല്ലോ. അപ്പൊ കൂടുതലായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഇൻസിഡൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ്, എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യാനുണ്ടോ? കുറച്ചൊക്കെ എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ ഞാൻ അത് മുഴുവനായിട്ട് ഞാനിപ്പോ പറയാന്ന് നിന്നാലേ ഇപ്പൊ ഇതാവൂലെന്ന് വിചാരിച്ചപ്പോ ഞാൻ വിചാരിച്ച അടുത്ത ക്ലാസ്സിൽ ഒന്നെങ്കിൽ ഇതന്നെ ബ്രീഫ് ആയിട്ട് ഒന്നും കൂടി ഇതാക്കിയിട്ട് പറയാ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടീച്ചേഴ്സിനെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാലോ വിചാരിച്ച്. അപ്പൊ എങ്ങനെയാ അതുപോലെ ചെയ്തോളൂ കേട്ടോ. ഇന്ന് ചെയ്യാൻ പറ്റിയില്ലെന്ന് വിഷമമൊന്നുമില്ലല്ലോ? ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, വിഷമമൊന്നുമില്ല. അപ്പൊ അടുത്ത പ്രാവശ്യം ഒന്നും കൂടി ബ്രീഫായിട്ട് ചെയ്യാലോ വിചാരിച്ചിട്ടാ. അപ്പൊ ഒരു പറഞ്ഞപ്പോ അതും കൂടി ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് പറയാൻ കഴിയെങ്കിൽ അങ്ങനെ പറയാം. അതേപോലെ വേറെ ഏത് ടീച്ചേഴ്സിനാണെങ്കിൽ അങ്ങനെയും ചെയ്യാലോ. ആരും പറയാത്തതാവുമ്പോ മറ്റുള്ളവർക്കും കൂടി ഒരു ഇതാവുമല്ലോ വിചാരിച്ചിട്ട്. അപ്പൊ പറഞ്ഞു തന്നെ പറയണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ട് ഞാൻ മിസ്സിനോട് പറഞ്ഞിട്ട് അടുത്ത നെക്സ്റ്റ് ക്ലാസ് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു. എന്നാ പിന്നെ അങ്ങനെ മതി. ഓക്കെ, എല്ലാവർക്കും അത് ഓക്കെ ആയിരിക്കും വിചാരിക്കണം. ഓക്കെ,
ഓക്കെ ഫൈൻ. സോ സെമിനാർ എടുക്കാത്ത മീൻസ് നമ്മൾ കുറച്ച് പേര് കേട്ടുകൊണ്ടിരിക്കുവായിരുന്നല്ലോ. ഞാൻ ഓരോരുത്തരുടെയും കഴിഞ്ഞപ്പോൾ ഞാൻ റിവ്യൂ പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കെങ്കിലും റിവ്യൂ പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയും. ഫീഡ്ബാക്ക്. ഇനി എടുക്കാൻ പോകുന്നവർക്കും എടുത്തവർക്കും ചിലപ്പോ ഒന്ന് ഭംഗിയാക്കാവുന്ന ഒരു തോന്നലുണ്ടാവും. ഒരു സന്തോഷമാണല്ലോ ഫീഡ്ബാക്ക് കേൾക്കുമ്പോ. ആരെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഇന്നത്തേത് ഏതായാലും നല്ല അടിപൊളി ഇതായിരുന്നു, ക്ലാസ് ആയിരുന്നു. നല്ല ഇതുണ്ടായിരുന്നു. എല്ലാരെ കുറിച്ചും എല്ലാരും ബ്രീഫായിട്ട് പറഞ്ഞു. അപ്പൊ 4 ടീച്ചേഴ്സിനെ കുറിച്ചാണ് ഇന്ന് പറഞ്ഞത്. 4 ടീച്ചേഴ്സും അടിപൊളിയായിരുന്നു. ഓരോരുത്തർ പറഞ്ഞത്, ഒരു ഫസ്റ്റ് ഗ്രൂപ്പ് പറഞ്ഞത് 3 ടീച്ചേഴ്സിനെ കുറിച്ച്, നെക്സ്റ്റ് APJ അബ്ദുൽ കലാമിനെ കുറിച്ചും പറഞ്ഞു. അപ്പൊ അതൊക്കെ നല്ലൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ച് ഞാൻ എഴുതിയതിൽ എനിക്ക് കുറച്ചും കൂടി ഇൻക്ലൂഡ് ചെയ്യണം തോന്നി. പിന്നെ അപ്പൊ ഇതന്നെ അരോചകമായിട്ട് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രണ്ടാമത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഞാൻ എടുത്തത്. അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്യാന്നുള്ള. അപ്പൊ നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. എല്ലാവർക്കും നല്ല സെമിനാർ ആയിരുന്നു. അതായത് പറഞ്ഞു വന്നത് ഞാൻ ക്ലാസ് എടുക്കുന്നതിനേക്കാളും നല്ല ക്ലാസ് ആയിരുന്നു എന്നല്ലേ പറഞ്ഞത്? അയ്യോ മാം, അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. ഒരിക്കലും പറയില്ല, അങ്ങനെ ഒരിക്കലും പറയില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത് മിസ്സാണ്. ഒരിക്കലും മാം ആ ഒരു രീതിയിൽ നമ്മള് പറയില്ല. ഞങ്ങള് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നമുക്ക് ഇതിലേക്ക് ചെയ്യാൻ കഴിയുന്നത് തന്നെ നല്ലൊരു ഇതായിട്ടാ തോന്നുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ എല്ലാവർക്കും കഴിയുന്നു, അതുപോലെ നമുക്കും കഴിയട്ടെ എന്നുള്ള ഒരു ഇതാണ്. ഫോർ യുവർ ഗ്രോത്ത്. നിങ്ങൾക്ക് നാളെ ഒരു ചിലപ്പം ഒരു സ്കൂളിലായി കഴിയുമ്പോൾ ചില അവസരങ്ങൾ കിട്ടും. PT, അതായത് പാരന്റ്സിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് പറ്റില്ല എന്ന് ഒരിക്കലും ആ സ്കൂൾ മാനേജ്മെന്റിൽ പറയരുത്. കാരണം അതൊക്കെ നമ്മളെ ഒരു പടി ഉയർത്താനുള്ള കുറെ സ്റ്റെപ്പുകളാണ്. അപ്പൊ നമ്മളെ കൊണ്ട് അവിടെ മുഴുവനും ക്ലീൻ ചെയ്യിക്കുന്നു, അടുക്കി വയ്ക്കുന്നു, അതുപോലെയല്ലോ. ഇതൊരു അവസരമല്ലേ, നമ്മളെ തേടി വന്ന ഒരു അവസരം. ഒന്ന് ആങ്കർ ചെയ്യാൻ പറയുന്നു, ഒരു പ്രോഗ്രാമിന്റെ ആങ്കർ, വെൽക്കം സ്പീച്ച് പറയാൻ പറയുന്നു. SCB പറഞ്ഞോളൂ. മാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അവതരിപ്പിച്ചായിരുന്നല്ലോ സെമിനാർ, അതുപോലെ തന്നെ കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നി. കാരണം ഞാൻ ജോലി സ്ഥലത്തായതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇരുന്ന് ക്യാമറ ഫേസ് ചെയ്ത് ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ പ്രിപ്പയർഡും അല്ലായിരുന്നു, വെറുതെ എഴുതി വെച്ചൂന്നേ ഉള്ളായിരുന്നു. അപ്പം അത് 3-4 പേര് സമയം കിട്ടുന്നതിനനുസരിച്ച് എഴുതി. അതിനുശേഷം മാം പറഞ്ഞല്ലോ ക്ലാസ്സിൽ ഇതുപോലെ പുതിയതായിട്ട് ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാമായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ചെയ്തത്. കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആക്കാമായിരുന്നു, സമയമെടുത്ത് എന്ന് തോന്നി. നമുക്ക് അത് ഫീൽ ചെയ്യും. ഈവൻ ക്ലാസ്സുകളും ഇനി ഇതുപോലെ ആക്കാം അങ്ങനെയൊക്കെ തോന്നും. കാരണം നമുക്ക് ഇനി വേണമെങ്കിൽ നമ്മളുടെ ടോപ്പിക്സ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ ക്ലാസ് എടുക്കാം. എല്ലാരും ഓക്കെ ആണെങ്കിൽ കേട്ടോ. ടീച്ചർ അതുപോലെ മാം, അതെല്ലാവർക്കും ഈ പറഞ്ഞ പേടിയാണ് എല്ലാവരുടെയും മുൻപിൽ വരുമ്പോ ചെയ്യാൻ. പക്ഷെ ഇപ്പൊ ഇത് 2 പ്രാവശ്യം ഇപ്പൊ സെമിനാർ എടുത്തപ്പോ ഭയങ്കര ഒരു താല്പര്യം, ഇനിയും ചെയ്യണമെന്നുള്ള ഒരു ഇത്. യെസ്, നമ്മൾ ചെയ്യുമ്പോൾ നമ്മളൊരു ബി ഗ്രൂപ്പാണ്. എല്ലാവർക്കും ഈ അവസരം കിട്ടാനായിട്ട് നോക്കണം. ചിലർക്ക് പക്ഷെ പെട്ടെന്ന് ആദ്യം തന്നെ മുന്നിലേക്ക് വരാൻ ഒരു മടി ഉണ്ടാവും. നിങ്ങൾ കുറച്ചു പേർക്ക് അത് മാറി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ മറ്റവർ അത് കാണുമ്പോൾ ഇൻസ്പയർ ആയി അവർ മുന്നോട്ട് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആദ്യമേ തന്നെ എടുക്കാൻ ചിലപ്പോൾ മടി ഉണ്ടാവും. അപ്പൊ ലെറ്റാം, അവർ ടൈം എടുക്കട്ടെ, നമുക്ക് സമയം ഉണ്ടല്ലോ. ടൈം എടുത്ത് അവർ മുന്നോട്ട് വരും. ഇതുപോലെ സ്കൂളുകളിൽ നമുക്ക് പാരന്റ്സിനെ അഭിസംബോധന ചെയ്യേണ്ടതായിട്ട് വരും. ചില പ്രോഗ്രാമുകളുടെ വെൽക്കം സ്പീച്ച് പറയാൻ നമ്മളെ ഏർപ്പാടാക്കാം. അതുപോലെ തന്നെ കീനോട്ട്, അത് താങ്ക്സ് പറയാനായിട്ട്, അത് പറയാനായിട്ട് പറയാം. കീനോട്ട് അഡ്രസ്, മുഖ്യ പ്രഭാഷണം പറയാൻ പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് അത് കിട്ടുന്ന അവസരമൊക്കെ മാക്സിമം നമ്മൾ പ്രയോജനപ്പെടുത്തണം. കേട്ടിട്ടില്ല, അവസരങ്ങൾ ആലിപ്പഴം പോലെയാണെന്ന്. അത് എപ്പോഴും ഒന്നും നമുക്ക് കിട്ടില്ല. എപ്പോഴും കിട്ടുന്ന സാധനമല്ലല്ലോ ആലിപ്പഴം. ഇത് ചെയ്യൂ. പിന്നെ ഡോണ്ട് പ്രഷറൈസ്. ആരെയും നമുക്ക് പ്രഷറൈസ് ചെയ്യേണ്ട തന്നെ. കാരണം നമുക്കറിയാലോ, ഞെക്കി പഠിപ്പിച്ചാൽ മധുരം ഉണ്ടാവില്ല. നമുക്ക് തന്നെ തോന്നി നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്യും. സിബി പറഞ്ഞ പോലെ, സിബി ആ കുറേ ലിമിറ്റേഷൻസിൽ എനിക്ക് ഓർമ്മയുണ്ട്, നടന്നുകൊണ്ടൊക്കെ പറയണ്ടായിരുന്നു. ഇടയ്ക്ക് വീഡിയോ ഓൺ ചെയ്തിട്ട് നടന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം അത്രയും പ്രിപ്പയർഡ് അല്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് മാം വേറൊരാളെ പറ്റി പറയാനോ ഞാൻ ക്ലാസ്സിൽ കയറുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ടായിരുന്നു മലയാളം അർത്ഥമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് അറിയാവുന്ന പോലെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാം. എല്ലാവരും ഇന്ന് നല്ലപോലെ ഇരുന്ന് ക്യാമറയുടെ മുന്നിൽ ഫേസ് ചെയ്ത് സംസാരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നി എനിക്കും അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നല്ലോ എന്ന് തോന്നി. ഒന്നും കൂടെ ഒന്ന് ഇതായി നല്ലതായിട്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും പറ്റും.
ചെറിയ ചെറിയ ടോപ്പിക്സ് എടുത്താൽ മതി. ഇപ്പൊ അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെറിയ ടോപ്പിക് എടുക്കുക, നമ്മൾ കോൺഫിഡന്റ് ആയിട്ടുള്ള ടോപ്പിക് എടുക്കുക. ഇതിപ്പോ നമ്മളൊരു ടോപ്പിക് തന്നു ജനറൽ ആയിട്ട് വേൾഡ് ഫേമസ് ടീച്ചേഴ്സിനെ കുറിച്ച് പറയാൻ. നിങ്ങൾക്ക് അതിന്റെ ഒരു അസൈൻമെന്റിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 5 പേരെ കുറിച്ച് എഴുതാനാണ് അതിനകത്ത്, മിനിമം 5. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പേഴ്സണലി അറിയാവുന്ന, നമ്മളെ പഠിപ്പിച്ചതോ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നതോ ആയിട്ടുള്ള ടീച്ചർമാരെ കുറിച്ച് എഴുതാൻ 3 പേരെ കുറിച്ച് എഴുതാനായിട്ട് അതും ആ ക്വസ്റ്റ്യനിലുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇനി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം ടോപ്പിക്. ഇതിപ്പോ ഞാനൊരു ടോപ്പിക് പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. നമ്മളുടെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾക്ക് കുറെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. നിങ്ങളിപ്പോ 13 അല്ലേ, ഇന്നലെ 15ന്റെ ക്ലാസ് ഉണ്ടായിരുന്നേ. നിങ്ങളുടെ പോലെ തന്നെയുള്ള ബാച്ചാട്ടോ, ഭയങ്കര ലൈവ്ലി ആണ് അവര്. കുറെ പേരൊക്കെ വീഡിയോ ഓൺ ചെയ്ത്, ഇപ്പൊ സൗമ്യ ഓൺ ചെയ്തിരിക്കുന്ന പോലെ കുറെ പേരൊക്കെ വീഡിയോ ഓൺ ചെയ്തിരിക്കും. അപ്പൊ ഇങ്ങനെ ഡിസ്കഷൻ നടക്കുക. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു കുട്ടി ചാറ്റ് ബോക്സിൽ മെസ്സേജ് വന്നിക്കുക, മിസ് എന്താ ക്ലാസ് തുടങ്ങാത്തത്. ഇപ്പം ഒരു 15 അല്ലേ ആയിട്ടല്ലേ ഉള്ളൂ. പക്ഷെ എനിക്കത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആ ഒരു ചോദ്യം കേട്ടോ, എന്താ ക്ലാസ് തുടങ്ങാത്ത. വീഡിയോയില് വരുന്നതാണ് എനിക്ക് ഇഷ്ടം. അപ്പൊ എല്ലാവരെയും കാണുകയും ചെയ്യാല്ല. കാണാണ്ടിരുന്ന് ക്ലാസ് എടുക്കുമ്പോ ഒരു ബുദ്ധിമുട്ടാണത്. ഇടക്കൊന്ന് വീഡിയോ ഓൺ ചെയ്താൽ നല്ലതല്ലേ. എല്ലാരെയും കാണാന്നല്ല, എല്ലാവർക്കും നമ്മളെ കാണാം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ആ 15ല് അപ്പൊ പിന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അതിന് മനസ്സിലായി. ഹെൽത്ത് ആൻഡ് ഹൈജീൻ എടുത്തോണ്ടിരിക്കുകയായിരുന്നു അവർക്ക് ക്ലാസ്. അപ്പൊ അതിനിങ്ങനെ സ്മോക്കിംഗ് ഡ്രിങ്കിങ് ഒക്കെ വന്നപ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളിങ്ങനെ അതുമായിട്ട് കണക്ട് ചെയ്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ കുട്ടികളും ഓരോന്നായിട്ട് ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഈ ചോദ്യം വന്നത്, മിസ് ക്ലാസ് എടുക്കുന്നില്ലേ. ഓക്കെ, എനിവേ നമ്മുടെ ക്ലാസ് എവിടം വരെയായി? നമ്മൾ എന്തായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ ചെയ്തത്? മറന്നുപോയി. പാഠം കംപ്ലീറ്റ് ചെയ്തു യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തു. എഡ്യൂക്കേഷൻ സൈക്കോളജി കംപ്ലീറ്റ് ആയി. എഡ്യൂക്കേഷൻ സൈക്കോളജി. അപ്പോ നിങ്ങൾ ചൈൽഡ് സൈക്കോളജി, ഡെവലപ്മെന്റൽ സൈക്കോളജി, എഡ്യൂക്കേഷണൽ സൈക്കോളജി, ഈ 3 കാര്യങ്ങളെ കുറിച്ച് കിട്ടാവുന്ന ഡേറ്റാസ് മുഴുവൻ കളക്ട് ചെയ്ത് വെക്കണം. നമുക്ക് പറ്റുന്ന രീതിയിൽ നോട്ട് ചെയ്ത് വെക്കുക. കാരണം ത്രൂ ഔട്ട് നമ്മളുടെ ലൈഫിൽ നമുക്കിത് 3ഉം ആവശ്യമാണ്. നമ്മൾ ഈ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും, നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിലും, നമ്മുടെ ചുറ്റുപാട് കുട്ടികളുണ്ടെങ്കിലും നമുക്കിതെല്ലാം അറിയണം. ഈ ഒരു സൈക്കോളജിയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിയണം. ഇനി ഞാനൊരു ബുക്ക് വാങ്ങിച്ചിട്ട് 4ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു. പറഞ്ഞില്ല മാം. അപ്പൊ നിങ്ങളൊരു നോട്ട്ബുക്ക് വാങ്ങുക. അതൊരു സാധാരണ കോളേജ് നോട്ട്ബുക്ക് മതി. കുറെ പേജസ് ഒന്നും വേണമെന്നില്ല കേട്ടോ. വലിയ നീളമുള്ള കോളേജ് നോട്ട്ബുക്ക് വേണ്ട. ഒരു മീഡിയം ലെങ്ത്തിൽ വരും, ചെറുത് വേണ്ട, മീഡിയം ലെങ്ത്തിൽ വരുന്ന നോട്ട്ബുക്ക് ഉണ്ടല്ലോ. ഉണ്ടായിരുന്നു, ഞാൻ അസൈൻമെന്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. വലിപ്പാണോ മാം? ഏതാ? A4 സൈസിന്റെ വലിപ്പാണോന്ന്? ഇല്ല, A4 ഷീറ്റിന്റെ വലിപ്പം വേണ്ട. അതിന്റെ ഒരു 1/4 ഭാഗം കളഞ്ഞു കഴിഞ്ഞാൽ, ഹാഫ് അല്ല, ജസ്റ്റ് ഹാഫിനേക്കാൾ കുറച്ച് മുകളിൽ നിൽക്കുന്ന രീതിയിലുള്ള കോളേജ് ബുക്കാണ് ഉദ്ദേശിക്കുന്നത്. കോളേജ് ബുക്ക്. അതായാലും മതി. ദാസ്വതിയുടെ കയ്യിൽ ഏതോ ഉണ്ടല്ലോ, അത്രയും ലെങ്ത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ഡയറി ആണെങ്കിലും കുഴപ്പമില്ല. ആ നോട്ട്ബുക്കില് നമ്മൾ ആകെ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നോട്ട്ബുക്കിനെ ഈക്വൽ ആയിട്ട് 4 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഈ 4 അതൊരു അസസ്മെന്റ് ടൂൾ ആണ് കേട്ടോ. ഇത് അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ളതോ അല്ലാതെ നമ്മുടെ കോഴ്സിന്റെ വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന വർക്കല്ല. ഇത് നിങ്ങൾക്ക് ഇനി കോഴ്സ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ കോഴ്സ് ചെയ്യുന്നതിനിടയ്ക്ക് ജോബിന് പോകുമ്പോഴോ ഒരു സ്കൂൾ തുടങ്ങുമ്പോഴോ അങ്ങനെയുള്ള പിന്നെ നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കുമ്പോഴൊക്കെ നമുക്കുള്ളത്. നമ്മൾ ഈ 4ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തതില് കുട്ടികളുടെ ഏജിനെ മറിയ മോണ്ടിസോറി 2 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചൈൽഡ്ഹുഡും ഒന്ന് അഡൽട്ട്ഹുഡും. ചൈൽഡ്ഹുഡ് ബർത്ത് തുടങ്ങിയിട്ട് 12 വയസ്സ് വരെ, അതായത് ടീനേജിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് ചൈൽഡ്ഹുഡ്, ബർത്ത് തുടങ്ങിയിട്ട് 12 വയസ്സ് വരെ. പിന്നെ അഡൽട്ട്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 വയസ്സ് തുടങ്ങിയിട്ട് 24 വയസ്സ് വരെ. അങ്ങനെ 4 സ്റ്റേജസ് ആയിട്ട് മറിയ മോണ്ടിസോറി, അല്ല 2 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഓരോ സ്റ്റേജിനെയും 2 പീരീഡ് ആക്കിയിട്ടുണ്ട്. ഏജ് അനുസരിച്ച് 2 പീരീഡ്. അതായത് ഫസ്റ്റ് സ്റ്റേജ് ആയ ചൈൽഡ്ഹുഡ് ബർത്ത് തുടങ്ങി 12 വയസ്സ് വരെയാണ്. അതിനെ ബർത്ത് തുടങ്ങി 6 വരെയും ഒരു പീരീഡ്, പിന്നെ 6 തുടങ്ങി 12 വരെയും സെക്കൻഡ് പീരീഡ്. അഡൽട്ട്ഹുഡിനെയും ആ സ്റ്റേജിനെയും 2 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ 12 ഇയേഴ്സ്, അതായത് നമ്മുടെ ടീനേജിന്റെ അത് തുടങ്ങിയിട്ട് 18 ഇയേഴ്സ് വരെ ഒരു പീരീഡ്, പിന്നെ 18 ഇയേഴ്സ് തുടങ്ങി 24 ഇയേഴ്സ് വരെയും അടുത്ത പീരീഡ്. അപ്പൊ 12 തുടങ്ങി 18 ഇയേഴ്സ് അവരുടെ
ടീനേജറിലെ ആ കത്തി നിൽക്കുന്ന പ്രായം. പിന്നെ 18 തുടങ്ങി 24 എന്ന് പറയുമ്പോൾ നമ്മൾ പറയും കുട്ടികളെ കുറിച്ച് ഒരു വകതിരിവായി, ഇച്ചിരി മെച്യൂരിറ്റി ആയി എന്ന് വെച്ചാൽ 18 to 24 ആകുമ്പോഴേക്കും നമ്മുടെ ബ്രെയിൻ പൂർണ്ണമായിട്ട് മെച്യൂർ ആയിട്ടുണ്ടാവും. ബ്രെയിനിന്റെ 2 സൈഡാണ്. ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയുടെ ഇന്റലക്ച്വൽ സൈഡ്, മറ്റേ സൈഡ് ഇമോഷണൽ സൈഡ്. അപ്പൊ നമുക്ക് ബുദ്ധിപരമായും വൈകാരികപരമായും നമ്മളുടെ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തു എന്നാണ് പറയണത് 24 ഇയേഴ്സ് ആകുമ്പോൾ. ആക്ച്വലി 24 ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ ആ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള അട്രാക്ഷനും അത് സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പറ്റിയ ഒരു പ്രായം 24 ഇയേഴ്സ് ആണ്. അതിനു മുമ്പൊക്കെ കുട്ടികൾക്ക് ആ ഫീല് വരും, അതിൽ തെറ്റൊന്നുമില്ല, വന്നില്ലെങ്കിലാണ് എന്തോ പ്രശ്നം നമുക്ക് തോന്നുള്ളൂ. അപ്പൊ അത് ഒരു ഓപ്പോസിറ്റ് ഇതിനോടൊരു ഒരു ഇഷ്ടമൊക്കെ തോന്നുന്ന ഒരു പ്രായമാണ്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇഷ്ടം അവർക്ക് അവരുടെ അഡോളസൻസ് ഏജിൽ, ആ കൗമാരപ്രായത്തിൽ തോന്നുമ്പോൾ നമ്മളോട് വന്ന് പറയാനുള്ള ഒരു സ്പേസ്, അറ്റ്ലീസ്റ്റ് ടീച്ചറോട് അല്ലെങ്കിൽ അമ്മയോട് അല്ലെങ്കിൽ ചേച്ചി ചേട്ടൻ ആരോടാണോ അവർക്ക് കൂടുതൽ ഒരു അറ്റാച്ച്മെന്റ് അവരോട് വന്ന് പറയണം. കാരണം അവർക്ക് ആ സമയത്ത് ആ ഇമോഷൻസ് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ നമ്മുടെ ഒരു സപ്പോർട്ട് ആവശ്യമാണ്. അതേസമയം നമ്മൾ ആ ഒരു സ്പേസ് കൊടുത്തില്ലെങ്കിലോ ഒരു മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും. ഇത് ഒരു ഇൻസിഡന്റ് ആണ് കേട്ടോ. ഒരു പെൺകുട്ടി, ഒരു 12-13 വയസ്സുള്ള കുട്ടി, സ്കൂളിൽ പഠിക്കുന്ന പ്രായമാണല്ലോ. അവള് വൈകുന്നേരം വീട്ടിൽ വരുമ്പോ അമ്മോട് എല്ലാ വിശേഷങ്ങളും പറയും സ്കൂളിലെ. അപ്പൊ വീട്ടിൽ ചെന്ന് അമ്മോട് ഇങ്ങനെ ഭയങ്കര ഒരു നാണത്തോടെ സന്തോഷത്തോടു കൂടി പറയും, അമ്മ എന്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പേരിട്ടു, പെൺകുട്ടിയുടെ പേര്, എന്നിട്ട് വേറെ ആൺകുട്ടിയുടെ പേര്, അവര് രണ്ടുപേരും ലൈനാന്ന് പറഞ്ഞു കേട്ടോ. അത് ഭയങ്കര ഹാപ്പി ആയിട്ടൊരു ന്യൂസ് പറയുന്ന സന്തോഷത്തിൽ അമ്മോട് പറയുവാണ്. അപ്പോഴേക്കും അമ്മ അങ്ങ് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി, നീ എങ്ങാനും ഇങ്ങനെ വല്ലതിനും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ അടിച്ച് ഞാൻ ശരിയാക്കുന്നു പറഞ്ഞു. കുട്ടി പേടിച്ചു പോയി. അപ്പൊ ഇനി അവൾക്ക് അങ്ങനെ ഒരു ക്രഷ് ഒരാളോട് തോന്നിക്കഴിഞ്ഞാൽ അവൾ ഈ അമ്മോട് വന്ന് പറയൂ. കാരണം കൂട്ടുകാരിയുടെ പറഞ്ഞപ്പോ അനുഭവം ഇതാ. അപ്പൊ പിന്നെ സ്വന്തം പറയുമ്പോ പറയാൻ സാധ്യത കുറവാണ്. സാധ്യത കുറവാണല്ലോ. നമ്മൾ ആ ഒരു സ്പേസ് ആണ് നമ്മുടെ മക്കളുമായിട്ട് ഉണ്ടാക്കേണ്ടത്. നമ്മുടെ മക്കളോ നമ്മൾ പഠിപ്പിക്കുന്ന മക്കളോ ഇതൊക്കെ ട്യൂഷൻ എടുക്കുന്നവരുണ്ടാവും, ട്യൂഷന് വരുന്ന കുട്ടികളുമായിട്ടൊക്കെ ആ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് അവരെ ഗൈഡ് ചെയ്യാം, നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം. അവർക്ക് ആ ഒരു ക്രഷ് തോന്നൽ തെറ്റുണ്ടെന്നല്ല, കാരണം അവർക്ക് ആ ഒരു ഫീലിങ്സ് വരും, അവരുടെ മനസ്സിൽ ആ ഒരു ഫീലിങ്സ് വരും. അപ്പൊ അങ്ങനെ മോള് വന്ന് പറയുമായിരുന്നു, 6ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഒരു പയ്യൻ വന്ന് പ്രപ്പോസ് ചെയ്ത കാര്യമൊക്കെ അവള് വന്ന് പറയുമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവൾക്കൊരു ഫീലിങ്സ് ഒക്കെ, ഞാനിതിങ്ങനെ കണ്ട് എൻജോയ് ചെയ്യുവാണേ. അപ്പം ഇങ്ങനെ സ്കൂൾ അവസാനിച്ചപ്പോ ഏതാണ്ട് ഗിഫ്റ്റ് കൊടുക്കുന്നു, അങ്ങനെയൊക്കെയുള്ള പരിപാടി. അത് കഴിഞ്ഞിട്ടൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും അവര് ഭയങ്കര ഫ്രണ്ട്സ്, ആ ഒരു ചിന്തയെ അവരുടെ ഉള്ളിലില്ല. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ കുട്ടികളെ നമ്മൾ ദിവസവും ഞാൻ വിശേഷം ചോദിക്കും, ഞാൻ മോന്റെ വിശേഷങ്ങൾ ചോദിക്കും. അവൻ എന്നെ കാണുമ്പോൾ ഭയങ്കര ചമ്മലൊക്കെ, ഞാൻ പോയിട്ടൊന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും അവര് പിന്നെ ഭയങ്കര നോർമലായി. അതേസമയം ഒരു ചീത്ത പറയുകയൊക്കെ ചെയ്തു കഴിയുവാണെങ്കിൽ എനിക്ക് ഒരിക്കലും ആ കുട്ടികളുടെ അടുത്ത് അത്ര ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ നമ്മൾ സ്പേസ് കൊടുക്കുക, അവരെങ്ങനെ പേടിപ്പിക്കുക, ഇത് ഏതാണ്ട് സിന്നാണ് പാപമാണെന്നൊക്കെ പറയുന്നതിനേക്കാളും നല്ലത് നമ്മൾ അവരെ ഗൈഡ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കാരണം അവർക്കപ്പോ ഓക്കെ ഇങ്ങനെ ഒരാളുണ്ടല്ലോ, ഞാൻ അപ്പൊ എന്തുകൊണ്ട് അവർക്ക് ആ ഫീലിങ്സ് വരുന്നു, എങ്ങനെയാണ്, എന്താണ്, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് അവർക്കൊരാളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരുടെ കൂളായിട്ട് അവർക്ക് എടുക്കാൻ പറ്റും. ഈ പ്രശ്നം ഈ ആരും അറിയാതെയൊക്കെ അവർക്കുള്ള പ്രോബ്ലം എന്താണെന്നറിയോ, ഇവര് ആരും അറിയാതെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് വീട്ടിലോ എവിടെയെങ്കിലൊക്കെ ഒറ്റപ്പെടുന്നുണ്ടാകാം, ഇവർക്ക് ആരും പറയാനില്ലെങ്കിൽ. അപ്പൊ ഇവർക്ക് ഇതിനോട്, ഈ ഒരു റിലേഷൻഷിപ്പിനോട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് വരും. ഇവര് എന്തിനും അവരോട് ഷെയർ ചെയ്യുന്ന ഒരു രീതിയൊക്കെ വരും. എപ്പോഴെങ്ങാനും ഒരു ബ്രേക്കപ്പ് വന്നു കഴിഞ്ഞാലോ ഭയങ്കര പ്രശ്നമാണ്. ഈ മറക്കാൻ പറ്റില്ലല്ലോ ചില കാര്യങ്ങളൊന്നും ആൾക്കാർക്ക്. അത് ഭയങ്കര ആ ഒരു ഓർമ്മയുമായിട്ട് മുന്നോട്ട് ജീവിക്കാൻ പിന്നെ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നത്തെ നമ്മൾ അങ്ങനെ ബ്രേക്കപ്പിൽ ഒരാളെയാണ് നമുക്ക് മനസ്സിലാക്കുന്നെങ്കിൽ, ഒരു ബ്രേക്കപ്പ് വന്ന് തകർന്നിരിക്കുന്ന ഒരു കുട്ടിയാണ് നമ്മുടെ മുന്നിൽ വരുന്നതെങ്കിൽ ആ ഒരു ഇതുമായി പൊരുത്തപ്പെട്ട് എങ്ങനെ ആൾക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റും, അതേ പിന്നെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഓക്കെ, ഭയങ്കര നമുക്ക് സില്ലിയായിട്ട് കാണാൻ പറ്റില്ല കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വരുന്ന ഈ ഒരു ആഗ്രഹങ്ങളും ആ ഒരു അതൊക്കെ, ആ ഒരു ഇമോഷൻസ് ഒക്കെ. ഓക്കെ, വെരി ഗുഡ് സിബി. മക്കൾക്ക് അങ്ങനെ ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലത് തന്നെയാണ്. നമ്മള് സ്ട്രിക്റ്റ് ആവേണ്ട അടുത്ത് സ്ട്രിക്റ്റ് ആവുകയും ചെയ്യണം. യെസ് മാം, എന്റെ മോളാണെങ്കിൽ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ എന്റെ അടുത്തെല്ലാം പറയും, മോനും മോളും. അപ്പൊ ഒരു ദിവസം എന്നോട് പറഞ്ഞു, മമ്മി സ്കൂളില് കൂടെ പഠിക്കുന്ന കുട്ടികളാ 2 പേര്. അപ്പം ഏതോ ഒരു പേര് എനിക്ക് ഓർമ്മയില്ല,
ആ കുട്ടിക്ക് ആ കുട്ടിയും മറ്റേ കുട്ടിയും തമ്മിൽ ലവ് ആണെന്ന് പറഞ്ഞു മമ്മി. എന്തോ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ ചിരിച്ചിട്ട് മമ്മിക്ക് അറിയത്തില്ല, അമ്മച്ചിയോട് ചോദിക്കലൊക്കെ പറഞ്ഞ് ഉഴപ്പി വിട്ടു. അല്ല പറഞ്ഞു കൊടുത്തില്ല എന്തുവാ മോളെ അതിന്റെ അർത്ഥം എന്നൊക്കെ ഞാനും ഇങ്ങനെ തമാശ രൂപത്തില് സംസാരിച്ചു. പക്ഷെ എല്ലാ കാര്യങ്ങളും എന്നോട് രണ്ടുപേരും പറയും. ഓക്കെ, വെരി ഗുഡ്. എന്തായാലും നമുക്ക് ആ ഒരു സ്പേസ് നല്ല വൈഡാക്കാൻ, പിന്നെ സ്ട്രിക്റ്റ് ആവേണ്ടത് സ്ട്രിക്റ്റ് ആവാൻ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് മറിയ മോണ്ടിസോറിയും പറയുന്നുണ്ട്, അവിടെ മോണ്ടിസോറി എൻവയോൺമെന്റിലെ ഫ്രീഡം ആണ് കുട്ടികൾക്ക് അവരുടെ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഫ്രീഡം. സാധാരണ ക്ലാസ് റൂമുകളിലെ പോലെ 40 മിനിറ്റ് അങ്ങനെ പീരീഡ് ഒന്നും അല്ലല്ലോ. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കണ്ടിന്യൂസ് അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. നമ്മളിത് മാത്സിന് ഒരു പീരീഡ്, ഇംഗ്ലീഷിന് ഒരു പീരീഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ സാധാരണ സ്കൂളുകളിൽ. പക്ഷേ ഗുഡ് ഈവിൾ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇടപെട്ട് അത് ഇല്ലാതാക്കണം, അത് സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് മറിയ മോണ്ടിസോറി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്, പട്ടത്തിന്റെ ചരട് നമ്മുടെ കയ്യിൽ തന്നെ ഇങ്ങനെ ഇരിക്കണം. നമ്മൾ വിചാരിക്കണം അതിനെ മുകളിലേക്ക് പൊക്കണോ താഴേക്ക് കൊണ്ടുവരണോ എന്നുള്ളത് നമ്മൾ തന്നെ വിചാരിക്കണം. ഓക്കെ, ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്, അതാണ് നമുക്ക് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. വട്ടം വരയ്ക്കുക, അതിന്റെ ഉള്ളിലായിക്കോട്ടെ അവർ വിചാരിക്കും ഫ്രീഡം ആണ്. വട്ടത്തിന്റെ വലുപ്പം എത്രത്തോളം കൂട്ടണം കുറയ്ക്കണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യും. ഓക്കെ, കുട്ടികളാരും ക്ലാസ്സിലില്ലല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. സൈൻ ഔട്ട് ഉണ്ടോ? ചാർട്ടിന്റെ ഇത് മാം സിന, വെരി ഗുഡ്. നല്ല പണിയെടുത്തല്ലോ. എന്റെ കാണാനുണ്ട് റിസൾട്ട്. വെരി ഗുഡ്, നന്നായിട്ട്. താങ്ക് യു മാം. Once again, good morning everyone. I am Shruti Suresh. Thank you. സജ്ജനെ കാണിച്ചു. സജ്ജന വീഡിയോ ഓൺ ചെയ്തു. ഒറ്റ നോട്ടത്തിൽ തന്നെ എല്ലാം മനസ്സിലാവുന്നുണ്ട്. വരച്ചതാണോ? ഓ നൈസ്. എല്ലാം വരച്ചാണോ ചെയ്തേ റെക്കോർഡിലൊക്കെ? മിക്കതും വരച്ചതാണ്. വെരി ഗുഡ്. ഇവിടെ കൂടെ ആർട്ടിസ്റ്റുകൾ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി നൈസ്. Okay, Shruti, please. Okay, ma'am. I'm Shruti Suresh. Thank you everyone to joining us today for this informative session. I just want to thank you to our teacher. Your insights on informative information have enriched discussion. Thank you, ma'am. And everyone who took the seminar today did well. I would like to thank Tessie for beautiful prayer, Mridula for meaningful thought, and Rachel for energetic signing. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am. മാം, ഈ അസൈൻമെന്റ് ഒക്കെ നമ്മൾ പിന്നെ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നോക്കുന്നത് മാം തന്നെയാണോ ഓരോരുത്തർ ഇടുന്നത്? എന്താ മാം, കേൾക്കത്തില്ല. നമ്മളൊരു ടെക്നിക്കൽ ടീമിനെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. പക്ഷെ ഇനി തുടങ്ങി ഞങ്ങൾ ടീച്ചേഴ്സ് തന്നെ അത് വാല്യൂ ചെയ്യും കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുറച്ച് ടൈം വേണം ഞങ്ങളിലേക്ക് ആക്കാനുള്ള കുറച്ച് പണികൾ നടക്കുക. അതെ, ഓക്കെ മാം, താങ്ക് യു.